ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമോ? വഖഫ് ഭേദഗതി നിയമവും അതിനെ ചൊല്ലി മുർഷിദാബാദിലുണ്ടായ ഹിന്ദു വംശഹത്യയും കൂട്ടക്കൊലയും പാലായനവുമൊക്കെ അതിന്റെ വലിയ അർത്ഥത്തിൽ തന്നെ രാജ്യം ചർച്ച ചെയ്യുന്ന ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി വെസ്റ്റ് ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണോ എന്ന കാര്യം പരിഗണിക്കാനിരിക്കുന്നത്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ഹർജി സുപ്രീം കോടതി ഉടനെ പരിഗണിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും സമീപകാല വിധിന്യായങ്ങളുടെ നിയമനിർമ്മാണ മണ്ഡലത്തിൽ കടന്നുകയറ്റം നടത്തിയെന്നാരോപിച്ച് സുപ്രീം കോടതിക്കെതിരെ പരാമർശം ഉണ്ടാകുന്നത് നിരീക്ഷിച്ചിട്ടും ഹർജി കേൾക്കാൻ സുപ്രീം കോടതി സമ്മതിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുർഷിദാബാദിലെ വർഗീയ ആക്രമണത്തിൽ പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെടുന്ന അപേക്ഷ ചൊവ്വാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. സമീപകാല വിധിന്യായങ്ങളിലൂടെ നിയമനിർമ്മാണ മേഖലയിൽ കടന്നുകയറ്റം നടത്തിയെന്നാരോപിച്ച് തങ്ങൾക്കെതിരെ പരാമർശങ്ങൾ ഉണ്ടായതായി കോടതി നിരീക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് കോടതി തന്നെ പറയുകയാണ്, സമീപകാലത്തുണ്ടായ സകല കാര്യങ്ങളും ഞങ്ങളുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായി എന്നുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇത് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്. അതിനിടയിലാണ് യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിൽ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രസിഡൻഷ്യൽ റൂൾ വേണമോ എന്നുള്ള കാര്യവും ഞങ്ങൾ പരിഗണിക്കുന്നത്. ഈ മാസം വഖഫ് അല്ലെങ്കിൽ ഇസ്ലാമിക ചാരിറ്റബിൾ എൻഡോമെന്റുകൾ നിയന്ത്രിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള പുതിയ നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾക്ക് ശേഷം ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങളും മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളും ചൂണ്ടിക്കാട്ടി പശ്ചിമ ബംഗാൾ നിവാസികളായ ദേവദത്ത മാജിയും മണി മുഞ്ചലയും സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെട്ടു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് പശ്ചിമ ബംഗാളിൽ നടന്ന ആക്രമണങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ഹർജികൾക്കൊപ്പം ഇതും കേൾക്കണമെന്ന് അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിനും ആവശ്യപ്പെട്ടു. ജസ്റ്റിസുമാരായ ഭൂഷൺ ആർ ഗവായി, AG മാസിഹ് എന്നിവരടങ്ങുന്ന ബെഞ്ച് ജെയിനോട് ഇക്കാര്യമാണ് ചോദിച്ചത്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ഒരു പൊതു ഉദ്യോഗസ്ഥനെയോ സർക്കാർ സ്ഥാപനത്തെയോ ഏജൻസിയോ നിർദ്ദേശിക്കുന്ന ഒരു റിട്ട് ഞങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിയമനിർമ്മാണ എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങളിൽ കടന്നുകയറ്റം നടത്തിയതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പറയുന്നത്. അതിന്റെ ചുരുക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ നിയമനിർമ്മാണത്തിൽ കൈകടത്തുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ രാഷ്ട്രപതി ഭരണം ഞങ്ങൾ ഏർപ്പെടുത്തണമോ വേണ്ടയോ എന്ന് ഞങ്ങളോട് തന്നെ ചോദിക്കുകയും ചെയ്യുന്നു. എന്തായാലും സംസ്ഥാന ബില്ലുകൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് 3 മാസത്തെ സമയപരിധി നിശ്ചയിച്ച ഏപ്രിൽ 8 വിധിന്യായത്തിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നടത്തിയ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ബെഞ്ചിന്റെ പരാമർശം. സുപ്രീം കോടതിയെ സൂപ്പർ പാർലമെന്റ് എന്നും ആർട്ടിക്കിൾ 142 പ്രകാരം അത് പ്രയോഗിക്കുന്ന അസാധാരണ അധികാരങ്ങളെ ജനാധിപത്യ ശക്തികൾക്കെതിരായിട്ടുള്ള ആണവ മിസൈൽ എന്നുമാണ് ധൻകർ വിശേഷിപ്പിച്ചത്. ഇത് സുപ്രീം കോടതിക്ക് വലിയ രീതിയിലുള്ള ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, പ്രത്യേകിച്ചും ഉപരാഷ്ട്രപതിയുടെ വിമർശനമാകുമ്പോൾ. വഖഫ് നിയമത്തെക്കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളെ വിമർശിച്ച് BJPയുടെ തന്നെ നിഷികാന്ത് ദുബൈയും ശനിയാഴ്ച രംഗത്തെത്തിയിരുന്നു. മതയുദ്ധങ്ങൾക്ക് പ്രേരണ നൽകുന്നതിന് സുപ്രീം കോടതി ഉത്തരവാദിയാണ് എന്നാണ് നിഷികാന്ത് ദുബൈ പറഞ്ഞത്. BJP അധ്യക്ഷൻ JP നദ്ദ ഈ അഭിപ്രായങ്ങളിൽ നിന്ന് പാർട്ടിയെ അകറ്റി നിർത്തിയിട്ടുണ്ട്. BJP എപ്പോഴും ജുഡീഷ്യറിയെ ബഹുമാനിക്കുന്നുവെന്നും അതിന്റെ ഉത്തരവാദിത്തങ്ങളും നിർദ്ദേശങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട് എന്നും നിഷികാന്ത് ദുബൈയെ തള്ളിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിഷികാന്ത് ദുബൈയെ പൂർണ്ണമായും അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടുമില്ല. 2021 വിഷയം ജെയിൻ പരാമർശിച്ചതിനെ തുടർന്ന് മാജിയുടെയും മുഞ്ചലിന്റെയും ഹർജി ലിസ്റ്റ് ചെയ്യാൻ ബെഞ്ച് അനുവദിച്ചു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 355 പ്രകാരമുള്ള ഒരു റിപ്പോർട്ട് മാത്രമാണ് ഞങ്ങൾ സംസ്ഥാനത്ത് നിന്ന് തേടുന്നത് എന്നാണ് അഭിഭാഷകനായിട്ടുള്ള ജെയിൻ പറയുന്നത്. എന്തായാലും ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും സംസ്ഥാനത്തെ സംരക്ഷിക്കേണ്ട കേന്ദ്ര സർക്കാരിന്റെ കടമയെക്കുറിച്ച് ആർട്ടിക്കിൾ 355 പ്രതിപാദിക്കുന്നു. ഇത് രാഷ്ട്രപതി ഭരണത്തിന് കാരണമാണ്. ഭരണഘടന അനുസരിച്ച് സംസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പാക്കണമെന്നും ഈ വ്യവസ്ഥ ആവശ്യപ്പെടുന്നുണ്ട്. 2022 മുതൽ 25 ഏപ്രിൽ വരെ സംസ്ഥാനത്ത് ഹിന്ദുക്കൾക്കെതിരെ നടന്നതായി ആരോപിക്കപ്പെടുന്ന ആക്രമണങ്ങൾ മാജിയും മുഞ്ചലും ചൂണ്ടിക്കാട്ടി. മുർഷിദാബാദിൽ പ്രത്യേകിച്ച് അവിടെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ മുൻ സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ 3-അംഗ സമിതി രൂപീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്രമബാധിത പ്രദേശങ്ങളിൽ കേന്ദ്ര സേനയെ വിന്യസിക്കണമെന്നും പൗരന്മാരുടെ ജീവിതം, സ്വാതന്ത്ര്യം, അന്തസ്സ് എന്നിവ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. മുർഷിദാബാദ് ആക്രമണത്തിൽ ഹിന്ദു സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യം വെച്ചുവെന്ന് ഈ ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. ഹിന്ദുക്കളുടെ വീടുകൾ നശിപ്പിക്കപ്പെട്ടുവെന്നും ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ അപമാനിക്കപ്പെട്ടുവെന്നും ഹർജിയിൽ പറയുന്നു. ഏപ്രിൽ 6 കൊൽക്കത്തയിൽ രാമനവമിയിൽ നടന്ന ആക്രമണവും ബിർഭൂവിൽ ഹോളി ആഘോഷത്തിനിടെ നടന്ന കല്ലേറും ഹർജിയിൽ എടുത്തു കാണിക്കുന്നുണ്ട്. 2024 ഏപ്രിലിൽ മുർഷിദാബാദിൽ രാമനവമി ഘോഷയാത്രയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണവും ഹർജിയിൽ പരാമർശിച്ചിട്ടുണ്ട്. സന്ദേശ് ഖലിയിലെ ആക്രമണവും പ്രാദേശിക ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ഉദ്യോഗസ്ഥനായ ഷാജഹാൻ ഷെയ്ഖിനെതിരെ ലൈംഗികാതിക്രമവും ഭൂമി കൈയേറ്റവും സംബന്ധിച്ച ആരോപണവും ഹർജിയിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഹർജിയാണ് ഉടനെ തന്നെ സുപ്രീം കോടതി വാദം കേൾക്കാൻ പോകുന്നത്, പരിഗണനയ്ക്കെടുക്കുന്നത്. നാളെ തന്നെ അത് ഉണ്ടാകുമെന്നാണ് നമുക്ക് സൂചനകൾ ലഭിക്കുന്നത്. സുപ്രീം കോടതി അതിനുശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.